യൂത്ത് ഫെസ്റ്റിവൽ ഒരു പ്രത്യേക സ്പിരിറ്റാണ്. എന്ന് വെച്ചാൽ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാവുമ്പോൾ പിന്നെ ആ കോളേജിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ഉശിരും ഒരു സന്തോഷവും നമ്മുടെ ഒരു യുവത്വത്തിൻ്റെ ഒരു വളരെ ഒരു സമയമാണല്ലോ. പക്ഷേ യൂത്ത് ഫെസ്റ്റിവലിൽ എനിക്ക് നേടിത്തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ കഥകളിയിൽ നല്ല നല്ല വേഷങ്ങൾ അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓട്ടംതുള്ളൽ നന്നായി എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഗീതാനന്ദൻ ആശാൻ്റെയിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ നല്ല പഠനവും ഇക്കാലത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരു തവണ ഞാൻ വേദിയിൽ മത്സരിക്കുമ്പോൾ അടയാർ ലക്ഷ്മൺ സാറാണ് നട്ടുവാങ്ങൻ തന്നെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നല്ല ഒരു പ്രൊഫഷണലായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു വല്ലാത്ത ആവേശം, മത്സരം ഒരു സമ്മാനം കിട്ടിയേ അടങ്ങൂ എന്നുള്ള വാശിയില്ല. കാരണം കുറച്ചുകൂടെ ഗൗരവമായ വേദികൾ ഞാൻ ആ സമയത്ത് ചെയ്യുന്നുണ്ട്. എനിക്കിതിനോടൊരു സന്തോഷമുണ്ടെങ്കിലും ഒരു നിസ്സാരത്വം കൂടെ ഉണ്ടെന്ന് പറയാം. അങ്ങനെ കലാതിലകം പലതവണ ആവുന്നു. ഞാൻ മാസ്റ്റേഴ്സിന് പഠിക്കുമ്പോൾ എൻ്റെ ഒരു ശിഷ്യയെ ഞാൻ അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഞാനൊരു നല്ല അധ്യാപികയും ആണെന്ന് എനിക്ക് തോന്നിയത് ഞാൻ എൻ്റെ കുട്ടികളെ വേദിയിൽ അവതരിപ്പിക്കുമ്പോഴാണ്. യൂത്ത് ഫെസ്റ്റിവൽ സമയം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ ഞാൻ അവതരിപ്പിച്ച് തുടങ്ങി. സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഉള്ള മത്സരങ്ങളിൽ എനിക്ക് മറക്കാനാവാത്ത ഒരെണ്ണം എന്ന് പറയുന്നത് ഞാൻ നാഷണലിൽ വിൻ ചെയ്ത ഒരു സമയമാണ്. അപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യമായൊരു വിദ്യാർത്ഥിനി പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ദക്ഷിണേന്ത്യൻ ആദ്യം അങ്ങനെ പല സോണായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ സോണിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ തന്നെ നമ്മളോടൊപ്പം ഭരതനാട്യം, കുച്ചിപ്പുടിയൊക്കെ പല ഡാൻസ് ഫോംസ് വരും. അപ്പോൾ അതിൽ ഇങ്ങനെ മോഹിനിയാട്ടം എന്നുള്ള വളരെ ഒരു എന്താ പറയുന്ന ഒരു സ്ലോ പേസുള്ള ഒരു നൃത്തം എത്ര കണ്ട് അപ്പീൽ ചെയ്യും എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ പോയി നാഷണലിൽ വിൻ ചെയ്തതിന് ശേഷം ഇന്നേ വരെ എനിക്ക് തോന്നുന്നു ഒത്തിരി യൂണിവേഴ്സിറ്റിയിൽ മോഹിനിയാട്ടം വരും അതിന് പങ്കെടുക്കാൻ. അതൊരു വലിയ മാറ്റമായിരുന്നു എനിക്കും. എൻ്റെ മനസ്സിൽ എവിടെയോ ഒന്ന് തോന്നി, മോഹിനിയാട്ടത്തിന് ഞാൻ വിചാരിച്ച പോലെ അല്ല, ഇതിനെന്തോ ഒരു ശക്തിയും അഴകുമൊക്കെ ഉണ്ട് എന്ന് എൻ്റെ മനസ്സിൽ എവിടെയൊക്കെയോ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ഭരതനാട്യം, കുച്ചിപ്പുടി മാത്രമായിരുന്നു പഠിച്ചിരുന്നതും പെർഫോം ചെയ്തിരുന്നതും. അന്ന് നമ്മുടെ പ്രസ്സിൽ പ്രധാനപ്പെട്ട ആളുകൾ ഇന്നിപ്പോൾ അവരൊക്കെ റിട്ടയർ ചെയ്തിട്ടുണ്ടാവും. രാജൻ പൊതുവാൾ, അതുപോലെ മധു, അങ്ങനെ ഒരുപാട് പേര് എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. അന്നത് കേരളത്തിലുടനീളം സ്റ്റേറ്റ് പേജിൽ വരും വലിയ വലിയ ചിത്രങ്ങൾ, അതെല്ലാം എടുത്തു വച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു എന്താ പറയുന്ന ഒരു 3/4 പേജോളം വലിയ പടങ്ങൾ വരികയൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് അതൊരു എന്താ പറയുന്ന ഒരു അന്നത്തെ ആൾക്കൂട്ടവും അന്നത്തെ ഒരു എന്താ നമ്മളൊരു പെട്ടെന്നൊരു ദിവസം വലിയൊരു സ്റ്റാർ ആവുന്ന ഒരു പ്രതീതിയൊക്കെ ഉണ്ടാക്കിയിരുന്നതെന്നാണ്. അത് മറക്കാൻ പറ്റാത്ത ഒന്നാണ്. എനിക്ക് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ ആദ്യമായി സ്വർണ്ണക്കപ്പിന് ഉമ്മ വെച്ച ഒരു ഫോട്ടോ ഉണ്ട്. രാജൻ പൊതുവാൾ അദ്ദേഹമാണ് എടുത്തത്. അത് എത്രയോ വർഷത്തിന് ശേഷം ഞാൻ ഈ അടുത്തിടയ്ക്ക് അത് കണ്ടു. അതായിട്ട് സ്വർണ്ണക്കപ്പ് വന്നത് അന്ന് തിരുവനന്തപുരത്തിനായിരുന്നു ആ കപ്പ്. അത് ഞങ്ങളാണ് ഏറ്റുവാങ്ങിയത്. അതൊക്കെ വളരെ സന്തോഷമുള്ള ഓർക്കുന്ന ഓരോന്നാണ്. പിന്നെ ചെറിയ ചെറിയ ഫോട്ടോഗ്രാഫിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ചിലതുണ്ട്. അതായത് ഞാനൊരിക്കൽ കൊല്ലത്ത് വെച്ച് യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുക്കുകയാണ്. അപ്പം മോഹിനിയാട്ടം കഴിഞ്ഞ ഉടനെ ഓട്ടംതുള്ളലാണ്. അപ്പം ഓട്ടംതുള്ളൽ പിന്നെ മോഹിനിയാട്ടം കഴിഞ്ഞ ഉടനെ മേക്കപ്പ് ചെയ്തു. ഈ സ്റ്റേജ് അടുത്ത എനിക്ക് തോന്നുന്നു കേശവൻ മെമ്മോറിയൽ അങ്ങോട്ടേക്കാണ് പോകാൻ. ഒരു ഇതില്ല, വണ്ടിയില്ല. ചിത്രസനം അച്ഛൻ എന്നെ ബൈക്കിൽ വെച്ചിട്ട് കൊണ്ടുപോകണം. ഉടനെ അതൊരു ഫോട്ടോ. അങ്ങനെ ഇതൊക്കെ ഒരു വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം എനിക്ക് ഓർമ്മയുള്ളത് സുകന്യ ചേച്ചിയാണ്. അതുപോലെ CS സുജാത, ബാലഗോപാൽ നമ്മുടെ മന്ത്രി, അതുപോലെ ഇപ്പം രാജേഷ്, ഇവരെല്ലാവരും തന്നെ ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ളവരാണ്.
അപ്പോൾ പല ഇൻ്റർ സോൺ മത്സരങ്ങൾക്കും ഇവരൊക്കെ തന്നെ സംഘാടകരായിട്ടൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നൊക്കെ മിക്കവാറും മോസ്റ്റ്ലി എല്ലാവരും ഇന്നിപ്പം പൊളിറ്റിക്കൽ ഫീൽഡിലുള്ളവരാണ്. പി.കെ. രാജശേഖരൻ ഞങ്ങളുടെ സീനിയറായിട്ട് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിരുന്നതാണ്. ബാലഭാസ്കർ ഞങ്ങളുടെ ജൂനിയറായിട്ട് വന്നതാണ്. ജയചന്ദ്രൻ, ശങ്കരൻ നമ്പൂതിരി എല്ലാം ഞങ്ങളുടെ കൂടെ സ്കൂളിൽ ഉണ്ടായിരുന്നു. ശ്രീവത്സൻ മേനോൻ, ഇവരൊക്കെ ഞങ്ങളൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. മിൻമിനി ആ സമയത്തുണ്ടായിരുന്നതാണ്. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിനെല്ലാം ഞങ്ങൾ ഒരുമിച്ച് വരികയും വിനീത്, അതിനുശേഷം ഞങ്ങൾ പല യൂണിവേഴ്സിറ്റിയിൽ ഇത് പഠിക്കാൻ ചേരുകയാണ് ചെയ്തത്. മാലാ പാർവതി, ഇതെല്ലാം ഒരേ സമയത്തുള്ള ആളുകളാണ്.